ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين صدق الله العلي العظيم الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, യുവ സുഹൃത്തുക്കളെ, കൊച്ചു കൂട്ടുകാരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ഈ സദസ്സിനെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സുദിനത്തിലെ നമ്മുടെ സംഗമം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു സൽക്കർമ്മമായി അമലു സ്വാലിഹാത്തായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഇന്നേ ദിനം സന്തോഷത്തോടുകൂടി പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോകുന്ന ഹതഭാഗ്യരായ ഒരുപാട് പേർ ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗമായ നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ, അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു മാസകാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നമുക്ക് നിശ്ചയിച്ചു തന്ന സന്തോഷത്തിൻ്റെ വേളയിൽ നാം ഒത്തുകൂടിയിരിക്കുകയാണ്. ചെറുപെരുന്നാളിൻ്റെ സുദിനത്തിൽ ഈ ചെറിയ പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിനം അവരുടെ കണ്ടനാളുകളിൽ നിന്ന് തക്ബീർ ധ്വനികൾ നിരന്തരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശവ്വാലിൻ്റെ അമ്പിളിക്കീറ് ആകാശത്ത് പ്രകടമായതിന് ശേഷം ആരംഭിക്കുന്ന അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങൾക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്ന് പെരുന്നാളുമായി ബന്ധപ്പെട്ട തക്ബീറുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നാം നേടിയെടുത്ത ചൈതന്യത്തെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങളും പ്രതിജ്ഞകളും പ്രഖ്യാപനങ്ങളും ഒക്കെയാണ് യഥാർത്ഥത്തിൽ പെരുന്നാളിൻ്റെ തക്ബീറുകൾ. അത് കേവലം തക്ബീറിൻ്റെ വാക്യങ്ങൾക്കപ്പുറത്ത് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഉറച്ച തീരുമാനങ്ങളും പുതിയ പ്രഖ്യാപനങ്ങളുമാണ്. തിരിച്ചറിവിൻ്റെ അടിസ്ഥാനമാണ് ഈ തക്ബീറിൻ്റെ മർമ്മം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ, ഞാൻ നിന്റെ ദാസനാണ്, നീ എൻ്റെ ഉടമയാണ്, ഞാൻ നിനക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നവനാണ്. ഒരു മാസക്കാലം എൻ്റെ ഗുണതെറ്റിയ ഇസ്ലാമിക ജീവിതത്തെ നിന്റെ കൽപ്പന പ്രകാരം പുഴയിൽ പുനഃസംവിധാനിച്ച് ഞാനിതാ പുതിയ തീരുമാനങ്ങളുമായി റമദാനിന് ശേഷം വീണ്ടും ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു. നീയാണ് വലിയവൻ, നിനക്കാണ് മഹത്വം, നിന്റെ നാമമാണ് നീണാൾ വാഴേണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനത്തിൻ്റെ മർമ്മം അതാണ്. വീണ്ടും വിശ്വാസി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. നീയല്ലാതെ ഒരു ഇലാഹില്ല. നിനക്ക് വിധേയപ്പെട്ട് നിന്നെ വണങ്ങി നിന്നെ ആരാധിച്ച് നിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് നിന്റെ നിയമവ്യവസ്ഥ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാനിതാ തയ്യാറാണ്. നീയാണ് ഏറ്റവും മഹത്തുടയവൻ, എൻ്റെ നാമമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് എന്ന് വിശ്വാസി പ്രഖ്യാപിക്കുകയാണ്. സർവോപരി അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, സർവസ്തുതിയും നിനക്ക്. ഈ മാർഗത്തിലേക്ക് ഞങ്ങളെ വഴി നയിച്ച ഈ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് ഞങ്ങളെ തെളിച്ചുവിട്ട, ഞങ്ങൾക്ക് ഈ മാർഗദർശനം നൽകിയ, ഞങ്ങളെ അനുഗ്രഹിച്ച നാഥ, നിനക്ക് സർവസ്തുതിയും, നിന്റെ നാമം എത്രയോ മഹത്തരമാണ് എന്ന് വിശ്വാസി പ്രഖ്യാപിക്കുകയാണ്. സഹോദരന്മാരെ, ഇതാണ് നമ്മൾ മുഴക്കുന്നത് തക്ബീറിന്റെ മർമ്മം.
വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. സൂറ അൽ ബഖറ. വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട ആയത്തിന്റെ ഒടുവിൽ വലിതുക്മിലുൽ ഇദ്ദത, നിങ്ങൾ ഈ എണ്ണം പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനം. വലിതുകബ്ബിറു, നിങ്ങൾ അല്ലാഹുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് അവൻ മാർഗദർശനം നൽകിയതിന്റെ പേരിൽ, ഈ മാർഗത്തിൽ മുസ്ലിമായി ജീവിക്കാൻ അവസരം നൽകിയതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഭാഗമായി നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിന് നന്ദിയുള്ള ദാസന്മാരായി തീരാൻ വേണ്ടിയാണ് ഈ പ്രഖ്യാപനവും ഈ ദിനവും ഈ ആഘോഷവും ഈ റമദാനിലെ വ്രതാനുഷ്ഠാനത്തിന്റെ മർമ്മവുമെല്ലാം ഇങ്ങനെ വിശുദ്ധ ഖുർആനിനെ ചുരുക്കി സംഗ്രഹിച്ച് നമുക്ക് പറഞ്ഞു തരും. ഈ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ നാം അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് അവന്റെ തൃപ്തിയിലേക്ക് മത്സരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇമാം ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ സബഖ ബിതആതിഹി ഇലാ മർളാതിഹി, സബഖ ബിതആതിഹി ഇലാ മർളാതിഹി, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് അവൻ അനുസരിച്ചുകൊണ്ട് അവൻ മത്സരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. മത്സരിച്ച് മുന്നേറുകയാണ് ഇലാ മർളാതിഹി, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക്. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഉതകും വിധം തമ്പുരാന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് ജീവിച്ചുകൊണ്ട് മുന്നേറിയ ഒരു മാസക്കാലത്തിന് ശേഷമുള്ള ഒരു സുദിനം വ്യക്തി എന്ന നിലക്കും മുസ്ലിം കുടുംബത്തിലെ അംഗങ്ങൾ നിലക്കും ഈ സുദിനം നമ്മോട് ആഹ്വാനം ചെയ്യുന്ന ആഹ്വാനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള കാലം ജീവിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പെരുന്നാളിന്റെ സന്ദേശം സാർത്ഥകമാകുന്നത്. അല്ലെങ്കിൽ ഈ തക്ബീറിന്റെ മർമ്മം നമുക്ക് പുലർത്താൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനക്കപ്പെട്ട് വിധേയപ്പെട്ട് ജീവിക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയായിരുന്നു ഈ റമദാൻ. ഒരുപാട് ഖുർആൻ പാരായണങ്ങൾ, അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കിയുള്ള ശരിയായ വായനകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ ചിന്തകൾ, ആരാധനകൾ മുഴുകി പള്ളികളിൽ സമയം ചെലവഴിക്കുമ്പോൾ തന്നെ കുറിച്ച് ഓർത്ത്, തൻ്റെ കഴിഞ്ഞുപോയ ജീവിതകാലത്തെക്കുറിച്ച് ഓർത്ത്, അതിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ഓർത്ത് ഇസ്തിഗ്ഫാറിൻ്റെയും തൗബയുടെയും വഴികളിലൂടെ തമ്പുരാന്റെ കാരുണ്യത്തിന് വേണ്ടി, അവന്റെ പാപമോചനത്തിന് വേണ്ടി, ഒടുവിൽ നാം ആഗ്രഹിക്കുന്ന നരകമോചനം ലക്ഷ്യമാകുന്ന സ്വർഗപ്രവേശനം സാധ്യമാകാൻ ഉതകും വിധം ക്രമീകരിക്കപ്പെട്ട ദിനങ്ങൾ. ആ ദിനങ്ങൾക്ക് ഒടുവിൽ നാം നേടിയെടുക്കുന്ന ചൈതന്യത്തെ മറന്നു പോകാതിരിക്കാൻ, പുതിയ പ്രതിജ്ഞകളുമായി മുന്നോട്ട് പോകാൻ ഈ പെരുന്നാളിന്റെ സുദിനം എന്നെയും നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. കൂനു റബ്ബാനിയീൻ, മഹാരഥന്മാരായ പ്രവാചകന്മാർ ഉത്ബോധിപ്പിച്ച പോലെ സൂറ ആലിംറാൻ വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാർ വന്നുകൊണ്ട് നടത്തിയ ഉത്ബോധനങ്ങളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കർമ്മരീതികളെക്കുറിച്ചും പരിചയപ്പെടുത്തിയിട്ട് ഖുർആൻ പറയാണ്, കൂനു റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ, നിങ്ങൾ റബ്ബാനിയങ്ങളായി തീരുക, നിഷ്കളങ്കരായ അള്ളാഹുവിന്റെ ദാസന്മാരായിട്ട് മാറുക. കഴിഞ്ഞ ഒരു മാസക്കാലം അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ മാറ്റിവെച്ചു, ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങൾ മാത്രം ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തിയിലൂടെ മുന്നേറിക്കൊണ്ടുന്ന വിശ്വാസികളെ നിങ്ങൾ ഇനിയും തുടരുക. കൂനു റബ്ബാനിയീൻ, നിങ്ങൾ അള്ളാഹുവിന്റെ മുഖലിസീങ്ങളായ നിഷ്കളങ്കരായ ദാസന്മാരായിട്ട് തുടരുക. കൂനു റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ. ഒരു മാസക്കാലം നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കുകയായിരുന്നു, നമ്മൾ പഠിപ്പിക്കുകയും കൂടിയായിരുന്നു. അപ്പൊ നിങ്ങളെ ഖുർആൻ, ഈ ഗ്രന്ഥം എന്താണോ പഠിപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലും വബിമാ കുൻതും തദ്റുസൂൻ, നിങ്ങൾ ഒരു മാസക്കാലം പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലും ഈ റമദാനിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ നമുക്ക് പറയാം, ഒരു മാസക്കാലം നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കുകയും നിങ്ങൾ പഠിപ്പിക്കപ്പെടുകയും നിങ്ങൾ പഠിക്കുന്ന അടിസ്ഥാനത്തിൽ ഖുർആൻ നിങ്ങളോട് എന്താണോ പറഞ്ഞത് അവിധം കൂനു റബ്ബാനിയീൻ, നിങ്ങൾ അല്ലാഹുവിന്റെ നിഷ്കളങ്കരായ ദാസന്മാരായിട്ട് തീരുക. വലാ തകൂനു റമദാനിയീൻ എന്ന ഈ ആയത്തിന്റെ വിശദീകരണം മുഫസ്സിരീങ്ങൾ പറയാ, അതിന്റെ മർമ്മം ഇതാണ്, വലാ തകൂനു റമദാനിയീൻ, നിങ്ങൾ റമദാനിനെ മാത്രം ഉപാസിക്കുന്ന ആളുകളായിട്ട് മാറല്ല. ഒരു മാസക്കാലം റമദാൻ വന്നപ്പോൾ എല്ലാവരുടെയും കൂടെ അതിനങ്ങ് ചേർന്നു, അങ്ങനെ അതിന്റെ പത്തുകൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് കടന്നു കഴിഞ്ഞു പോയി. ഇപ്പോൾ ഇതായി സന്ദർഭം വന്നിരിക്കുകയാണ്. അപ്പൊ റമദാൻ മാസമായപ്പോൾ സവിശേഷമായ ഒരു രീതി, റമദാൻ മാസമായപ്പോൾ സവിശേഷമായ ചിട്ടവട്ടങ്ങൾ, നാടും സമൂഹവും ഒക്കെ അങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ അങ്ങ് കൂടിയിട്ട് അങ്ങനെയായി. ഇപ്പോൾ റമദാൻ കഴിഞ്ഞ് പെരുന്നാളിന്റെ നമസ്കാരവും കഴിഞ്ഞാൽ കെട്ടുപൊട്ടിയ പട്ടം പോലെ ആ പഴയ അവസ്ഥയിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്ന ആളുകൾ, അവരെയാണ് റമദാനിനെ ഉപാസിച്ചവർ. അവർ അല്ലാഹുവിനെ ആരാധിച്ചില്ല, അവർ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ടില്ല, അവർ മഹാരഥന്മാരായ പ്രവാചകർ ഉത്ബോധിപ്പിച്ച പോലെ റബ്ബാനീയങ്ങളായിട്ട് മാറിയില്ല, അവർ റമദാനീയങ്ങളായിട്ട് മാറി, റമദാനിനെ മാത്രം ഉപാസിച്ചു. ഇനി അടുത്ത റമദാൻ വന്നു കിട്ടുമ്പോൾ ചിലപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വന്നേക്കാം, അല്ലെങ്കിൽ ആ ഒഴുക്കിൽ അങ്ങനെ തുടരാം. അതിനിടയ്ക്ക് ചിലപ്പോൾ ജീവൻ പൊലിഞ്ഞു പോയാൽ പോകുന്ന പോക്ക് നേരെ നരകത്തിലായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത്രയും കൃത്യമായി ആയത്തിന്റെ വിശദീകരണത്തിൽ റമദാനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചു. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും റമദാനിനെ ഉപാസിച്ചിരുന്നു എങ്കിൽ, റമദാനിനെ ആരാധിച്ചിരുന്നു എങ്കിൽ, ആ റമദാൻ ഇതാ കടന്നു കഴിഞ്ഞു പോയി എന്ന് ഈ ദിനം നമ്മോട് പറയാം. ഒരു മാസക്കാലം നിങ്ങൾ റമദാനിനെ ഉപാസിച്ചു,
എങ്കിൽ റമദാൻ ഇതാ കഴിഞ്ഞിരിക്കും. നിങ്ങൾ അള്ളാഹുവിനെയാണ് ഉപാസിക്കുന്നത് എങ്കിൽ, തമ്പുരാന്റെ ദാസന്മാരായി ജീവിക്കാൻ പ്രതിജ്ഞയും തീരുമാനവുമുള്ള അതിന്റെ അടിസ്ഥാനത്തെ തക്ബീർ ധ്വനികൾ മുഴക്കിയ പ്രഖ്യാപനങ്ങൾ നടത്തിയ ആളുകളാണ് എങ്കിൽ, ഇന്നല്ലാഹു ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു മരണമില്ലാത്തവനാണ്, അവനെന്നും ജീവിക്കുന്നവനാണ്. നിങ്ങൾ അവന്റെ ദാസന്മാരായിട്ടാണ് ജീവിക്കേണ്ടത്. വമൻ കാന യഅ്ബുദു റമദാന ഫഇന്ന റമദാന ഖദ് മളാ. ആരെങ്കിലും റമദാനിനെ ആരാധിച്ചു, റമദാൻ ഇതാ കടന്നു കഴിഞ്ഞു പോയിരിക്കുന്നു. വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, അവനെയാണ് വഴിപ്പെടുന്നതെങ്കിൽ, അവന് വിധേയപ്പെട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ, ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, നിശ്ചയം അല്ലാഹു എന്നും ജീവിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ്. അപ്പോൾ മരണമില്ലാത്ത തമ്പുരാന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് ജീവിക്കുക ഇനിയുള്ള കാലം. സഹോദരന്മാരെ, അതായിരിക്കട്ടെ ഈ പ്രതിജ്ഞ. ഈ റമദാന്റെ സുദിനം നമ്മോട് അതിനു വേണ്ടി ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് ആ തീരുമാനത്തിന്റെ ബലത്തിൽ തക്ബീർ പറയാൻ, ആ തീരുമാനത്തിന്റെ ബലത്തിൽ ലാ ഇലാഹ ഇല്ല തഹ്ലീൽ പറയാൻ, ആ തീരുമാനത്തിന്റെ ബലത്തിൽ അൽഹംദുലില്ലാഹ് തഹ്മീദ് പറയാൻ നമ്മൾ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഈ മർമ്മം ഉൾക്കൊള്ളാൻ കഴിയുന്നിടത്ത് മുസ്ലിം സമുദായം വിജയിക്കും. അല്ലെങ്കിൽ എത്ര റമദാൻ കടന്നു കഴിഞ്ഞു പോയാൽ സമുദായം അങ്ങനെ മാറ്റമില്ലാതെ മുന്നോട്ട് പോകും. ഈ റമദാന്റെ പശ്ചാത്തലത്തിൽ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ കഴിയുന്നിടത്താണ് വിജയം. ഒരു ഹദീസ് കൂടി കേൾപ്പിക്കട്ടെ. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, തിരുനബിയുടെ സദസ്സിൽ തിരുനബിയുടെ പഠന ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു സാധാരണക്കാരനായ അറാബി, ഒരു ഗ്രാമീണ അറബി എഴുന്നേറ്റ് ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം നിഷ്കളങ്കമായിട്ട് പറഞ്ഞു, അറഅയ്ത പ്രവാചകനിലേക്ക് താങ്കളുടെ ഒരു കമന്റ് വേണം, താങ്കളുടെ അഭിപ്രായം പറയണം. ഞാൻ 5 വക്ത നമസ്കാരം ഭംഗിയായി നിർവഹിക്കും, വസുംതു റമദാന, റമദാനിൽ നോമ്പെടുക്കുകയും തനി സാധാരണക്കാരൻ ഒരു മനുഷ്യനാണ്. ചില മുഹദ്ദിസീങ്ങൾ പറയുന്നു സക്കാത്തിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചില്ല, അദ്ദേഹം സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട അവസ്ഥയിലായിക്കൊള്ളുന്നില്ല. ഒരു സാധാരണ മുസ്ലിം, അങ്ങനെ തന്നെ മനസ്സിലാക്കുക, ഞാനും നിങ്ങളുമൊക്കെ സാധാരണക്കാരൻ ഒരു മുസ്ലിമിന്റെ ചോദ്യമാണ്. ഞാൻ 5 വക്ത നമസ്കാരം ഭംഗിയായി നിർവഹിക്കും, റമദാനിൽ നോമ്പെടുക്കുകയും ചെയ്യും, പിന്നീട് അദ്ദേഹം പറഞ്ഞ വാക്യമാണ് അടിവരേണ്ടത്. അത് ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട വാക്യമാണ്. ഇനിയുള്ള നാളുകളിലും എന്നെ നിങ്ങൾ പ്രചോദിപ്പിക്കേണ്ടുന്ന വാക്യം. ആ അറാബി, സാധാരണക്കാരനായ ഗ്രാമീണ അറബി ഇങ്ങനെ പറഞ്ഞു. പിന്നെ എന്റെ ഒരു നിലപാട് ഇതാണ് കേട്ടോ പ്രവാചകൻ, ഞാൻ ഈ നിലപാടുകാരനാണ്. എന്താണ് നിലപാട്? അഹ്ലൽതുൽ ഹലാല വഹറംതുൽ ഹറാം. ഞാൻ അല്ലാഹു എനിക്ക് അനുവദിച്ച കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ, അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യവും ചെയ്യില്ല. അങ്ങനെ അല്ലാഹ് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തും അവൻ വിലക്കിയ കാര്യങ്ങൾ ചെയ്യാതെയും അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് എന്റെ ഇച്ഛക്ക് മേൽ അള്ളാഹുവിന്റെ ഇച്ഛ, അതാണ് റമദാൻ. അരുത്, കുടിക്കരുത്, തിന്നരുത്, ഭോഗിക്കരുത്, കണ്ണും കാതും വിചാരവും നിയന്ത്രിക്കും. അങ്ങനെ നീ തമ്പുരാന്റെ ഇംഗിതം പാലിക്കും. നിന്റെ ഇച്ഛയെ പറിച്ചു മാറ്റിയിട്ട് നിന്റെ ഇഷ്ടങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് നിന്റെ മേൽ തമ്പുരാന്റെ അള്ളാഹുവിന്റെ ഇഷ്ടത്തെ നടപ്പിലാക്കുക എന്നാണ് റമദാൻ പറഞ്ഞത്. എങ്കിൽ അത് തന്നെ പാലിച്ച് ഇനിയും ജീവിക്കും. അള്ളാഹു അനുവദിച്ച കാര്യം മാത്രമേ ചെയ്യൂ, അള്ളാഹ് വിലക്കിയ കാര്യം ചെയ്യില്ല. 5 വക്ത നിസ്കരിക്കും, നോമ്പെടുക്കും. ചോദ്യം ഇതാണ്, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ ചോദ്യം കേട്ട് സദസ്സ് ഞെട്ടി. ഒരു സാധാരണക്കാരൻ ചോദിക്കാത്ത നബിയുടെ ഹബീബിന്റെ മദീന പള്ളിയിലെ ക്ലാസിന് ശേഷം ആ ചോദ്യകർത്താവിന്റെ ചോദ്യം ചോദിച്ച് വായ കൂടുമ്പോൾ റസൂലുള്ളാഹി മറുപടി പറഞ്ഞത്രേ, ഖാല നഅം, അതെ താങ്കൾ സ്വർഗത്തിലാണ്. സ്വർഗത്തിലേക്കുള്ള പാത ഇങ്ങനെയാണ്. ദിക്റും സ്വലാത്തും എണ്ണം തികച്ച് റക്അത്തിന്റെ എണ്ണപ്പെരുക്കത്തിൽ സിറാത്ത് പാലം കടക്കാമെന്ന് വിചാരിച്ച സമുദായമാണ് ഇന്നത്തെ സമുദായം. അവിടെ ജീവിതത്തിൽ നിന്ന് ഇസ്ലാം മാറി നിൽക്കുകയാണ്. ആരാധനകളുണ്ട്, ഇസ്ലാമിന്റെ വേഷഭൂഷാദികളുണ്ട്, പക്ഷെ അവരെ പ്രചോദിപ്പിക്കുന്നത് ഖുർആന്റെ സന്ദേശമല്ല. വിശുദ്ധ ഖുർആൻ അവതീർണമായി നന്ദി പ്രകാശിപ്പിച്ച കാലമാണ് റമദാൻ. മണ്ണും വിണ്ണും സംഗമിച്ച ആ രാവ്, ലളിതത്തിന്റെ സവിശേഷമായ രാവ്, ഹിറാഖുഹയിൽ ഗുരുനാഥന് കടന്നു വന്ന് പഠിതാവിനെ അണച്ചു ചേർത്ത് പിടിച്ചിട്ട് ഇഖ്റ, നീ വായിക്കൂ എന്ന് പറഞ്ഞപ്പോൾ മാ അന ബിഖാരി, ഞാൻ വായന അറിയാത്തവനാണെന്ന് നിസ്സംഗനായി പറഞ്ഞു പോയ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അണച്ചുകൂട്ടി പിടിച്ച് ഞെക്കി വിട്ടിട്ട് ഓതിക്കൊടുത്തു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അങ്ങനെ ഈ പഠിതാവ് ഓതി തുടങ്ങിയതാണ്. 23 കൊല്ലക്കാലം കണ്ടശിയായി അവതീർണമായ ഖുർആനിന്റെ ആ അവതരണത്തിന്റെ ആദ്യ സംഭവത്തെ ഓർത്തുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ് റമദാനിൽ. ആ ഖുർആന്റെ ജീവദർശനം കൈവിട്ടുപോയി സമുദായത്തിൽ. ആരാധനകളുണ്ട് മദീനയിൽ, വേഷഭൂഷാദികളും ഹാവഭാവങ്ങളുമുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ഖുശൂഉ മുസന്നദ, പൊങ്ങുതടികളാണ്. പൊങ്ങുതടികൾ സൂറ അൽ മുനാഫിഖുന്റെ പ്രയോഗമാണ്. ഖുശൂഉ മുസന്നദ, പൊങ്ങുതടികൾ, വേഷഭൂഷാദികളും ആരാധനാധികാരികളും. എണ്ണം തികച്ച ദിക്റും സ്വലാത്തും റക്അത്തിന്റെ എണ്ണപ്പെരുക്കവും അതിനപ്പുറത്തെ ഇസ്ലാമിന്റെ ജീവദർശനം, ഖുർആന്റെ സന്ദേശം, ഖുർആന്റെ ജീവിത പാഠങ്ങൾ ജീവിതത്തിൽ അന്യന്നു പോയി. അതുകൊണ്ട് അൾട്രാ ലിബറലിസ്റ്റ്, അൾട്രാ സെക്കുലറിസ്റ്റ്, അൾട്രാ ഫെമിനിസ്റ്റ് ചിന്താഗതിക്ക് വിധേയമായ ഒരു സമൂഹം, നവലിബറൽ ചിന്താഗതിക്ക് വിധേയമായിട്ട് ആണിനെ
വെറുക്കുന്ന, ആണ് പെണ്ണിനെ വെറുക്കുന്ന, ആണിനെയും പെണ്ണിനെയും വെറുക്കാവുന്ന, അതിനപ്പുറത്ത് ബന്ധുരതിയും മൃഗരതിയും അവകാശമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാമൂഹ്യ ക്രമം, അവിടെ ലഹരിയും രാസലഹരിയും അതിനപ്പുറത്ത് വയലൻസും ഒക്കെ അതിന്റെ ചേരുവയായി വന്നപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് മുസ്ലിം കുടുംബങ്ങൾ. അങ്ങനെ 4ഉം 5ഉം എണ്ണത്തെ കൊന്നിട്ടിട്ട് അതിനെ പള്ളിമുറ്റത്ത് പ്രദർശനത്തിൽ വെച്ചിട്ട് ശേഷം കൊണ്ടുപോയി മറമാടിയിട്ട് ദിക്റും സ്വലാത്തും മിണ്ടാതിരിക്കുന്ന മഹല്ല് സംവിധാനങ്ങൾ മുസ്ലിം സമുദായം ഒന്നും ചെയ്യാനില്ലത്രേ ഈ സമുദായത്തിന് ഇവിടെ. അങ്ങനെ ഈ സമുദായം ആകപ്പാടെ ഇപ്പോൾ അടപടലം മാറിക്കൊണ്ടിരിക്കുക. എണ്ണപ്പെരുക്കം വെച്ച് നോക്കുമ്പോൾ ശതമാനക്കണക്കിൽ താരതമ്യേന കുറവ് ക്രിമിനലിസം ഈ സമുദായത്തിനകത്താണെന്ന് ശരി. അങ്ങനെ നമുക്ക് സമാധാനിക്കാം. ഈ സമുദായത്തിലാണ് എല്ലാ വയലൻസിനും അപ്പുറത്ത് നിന്നുകൊണ്ട് വർഗീയ മനസ്സുള്ളവൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. യാഥാർത്ഥ്യം അങ്ങനെ നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ നമ്മൾ ഭയപ്പെടുകയാണ്. ഈ സമുദായത്തിന് എന്ത് പറ്റി? ഈ പുതുതലമുറക്ക് എന്ത് പറ്റി? ഈ മുസ്ലിം കുടുംബത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മഹല്ലുകൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയത് എന്തേ സംഘടനാ സംവിധാനങ്ങൾ കുട്ടികളായി നിന്ന് പോയത് എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അവിടെയാണ് സഹോദരന്മാരെ ഈ പറഞ്ഞ മർമ്മം. ഈ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് റമദാനിന് ശേഷവും അഹ്ലൽതുൽ ഹലാല വഹറംതുൽ ഹറാം, ആ അഗ്രാബിയുടെ വാക്ക് തന്നെ കടമെടുക്കട്ടെ. ഹലാല് ചെയ്തും ഹറാം ചെയ്യാതെയും ജീവിക്കും. ഈ ഉറച്ച തീരുമാനത്തിൽ നിസ്കരിക്കും, ഈ ഉറച്ച തീരുമാനത്തിൽ നോമ്പെടുക്കും, ഈ ഉറച്ച തീരുമാനത്തിൽ മണ്ണിൽ പണിയെടുത്ത് ജീവിക്കും, കുടുംബം പോറ്റും. അങ്ങനെയുള്ള എനിക്ക് സ്വർഗമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ ജീവിച്ചിരിക്കെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഒരു മനുഷ്യനെ ആ സമൂഹത്തിൽ ഒരു സാധാരണക്കാരന്റെ ഉറച്ച തീരുമാനത്തിന്റെ ഇസ്ലാമിക മാനത്തിന്റെ അടയാളത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞുവെങ്കിൽ തിരിച്ചു പോകണം നമ്മൾ ആ വഴിക്ക്. അവിടെയാണ് ഇസ്ലാം, അതാണ് റമദാൻ, അതാണ് ഖുർആൻ, അതാണ് തിരുനബിയുടെ ചര്യ, അതാണ് സഹാബത്തിന്റെ മാതൃക. അത്തരം ഒരവസ്ഥയിലേക്ക് മാറാൻ കഴിയാത്ത കാലത്തോളം റമദാൻ ലക്ഷ്യമാക്കിയ തഖ്വ ഈ സമുദായം ആർജിച്ചിട്ടില്ല. ലഅല്ലക്കും തത്തഖൂൻ നമ്മൾ ഒരുപാട് കേട്ട സൂക്തമാണ്. വിശുദ്ധ റമദാനുമായി ബന്ധപ്പെടുത്ത് അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മണ്ണിൽ ജീവിക്കാൻ ഞാൻ തയ്യാർ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആ പ്രഖ്യാപനത്തിന്റെ പൊരുൾ ഇനി മണ്ണിൽ, നമ്മിൽ, നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ, മഹല്ലിൽ നമുക്ക് വിളയിച്ചെടുക്കാൻ കഴിയുന്നത് ഇനിയുള്ള നാളുകളിലാണ്. അങ്ങനെ വ്യക്തിയും കുടുംബവും ഈ തഖ്വയെ ഉപാസിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. റമദാൻ നേടുന്ന തഖ്വ അങ്ങനെയെങ്കിൽ വ്യക്തിക്കും കുടുംബത്തിനും കരുത്തോടെ മുന്നോട്ട് പോകാൻ അല്ലാഹു അവസരം നൽകുമെന്ന് സൂറ അത്വലാഖിലെ 2-3 വചനങ്ങൾ. ഈ തഖ്വയെ, ഈ അല്ലാഹുവിന്റെ വിധിവിലക്ക് പാലിക്കുന്ന ജീവിതത്തെ യഥാവിധി ആര് സാക്ഷാത്കരിക്കുന്നുവോ അവർക്ക് അല്ലാഹു മഖ്റജ് തുറന്നു നൽകും. കുടുക്കിൽ നിന്നൊരു എക്സിറ്റ്, അതാണ് മഖ്റജ്, എക്സിറ്റ്. ഈ കുടുക്കിൽ നിന്നൊരു എക്സിറ്റ്, ഒരു തുറസ്സുണ്ടാകും. നിങ്ങൾ പ്രതിസന്ധിയിലായി പോവില്ല, നിങ്ങൾ ഒരിക്കലും പ്രയാസത്തിലായി പോവില്ല. നിങ്ങളുടെ സകല പ്രയാസവും അല്ലാഹു ദൂരീകരിച്ചുതരും. അടുത്ത ആയത്തുമായ നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്ത് വിഭവങ്ങൾ വരും. മക്കളുടെ കാര്യം ശരിയാകും, സാമ്പത്തിക രംഗം ശരിയാകും, കുടുംബാന്തരീക്ഷം ശരിയാകും, നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ സമാധാനവും കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് മഖ്റജും റിസ്കും അല്ലാഹു നൽകും. നിങ്ങൾ തഖ്വ അതിനെ യഥാവിധി സാക്ഷാത്കരിച്ചാൽ എന്ന് ഖുർആൻ പറയുന്നു. ഇനിയോ സമുദായ നിലത്തോടെ നിലനിൽപ്പ് വലിയ പ്രശ്നമാണ്. ചവിട്ടി നിൽക്കുന്ന പ്രതലത്തിന് ചൂട് കൂടിയ കാലമാണ്. പൗരത്വ രഹിതരാക്കപ്പെടാൻ പോകുന്ന, രാഷ്ട്രരഹിതരാക്കപ്പെടാൻ പോകുന്ന, നമ്മുടെ കയ്യിലെ ആധാരങ്ങൾക്ക് വിലയില്ലാതായി പോകുന്ന, നമ്മുടെ വോട്ടർ ID അംഗീകരിക്കപ്പെടാതെ പോകുന്ന, ആധാർ കാർഡ് വാല്യൂഡ് അല്ലാതായി പോകാൻ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ ഗുരുതരമാണെന്ന് ബുദ്ധിയുള്ളവർക്കറിയാം. ഇത്തിരി പച്ചിപ്പുള്ള കേരളത്തിന്റെ അന്തരീക്ഷം പോലും കലങ്ങി മറിയുകയാണെന്ന് ബുദ്ധിയുള്ളവർക്കറിയാം. അങ്ങനെ കലങ്ങി മറിയുമ്പോൾ ഇവിടെ സംഘപരിവാരത്തിന്റെ ഭീഷണിയെ ഭയന്നുകൊണ്ട് എമ്പുരാന്മാർ ഏറാൻമൂളികളായിത്തീരുന്ന നാളുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥിതിവിശേഷം ഗുരുതരമാണ്. ഇത് ഭീഷണമായ അന്തരീക്ഷമാണ്. എന്നിട്ടും കുലുങ്ങാതിരിക്കുന്ന നമ്മൾ വിശ്വാസികളെ, നിങ്ങളുടെ വിശ്വാസത്തിനൂടെ കരുത്തുണ്ടാവില്ല. നിങ്ങൾ ചപ്പുചണ്ടികളായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അഴുക്ക് വെള്ളത്തിൽ ഒഴുകുന്ന ചപ്പുചണ്ടികളെ പോലെ നിങ്ങൾക്ക് വിലയില്ലാത്ത കാലം വരും. ആരാണോ നിങ്ങളെ ഭയക്കുന്നത്? ആരാണോ നിങ്ങളെ സഹായിക്കാനുള്ളത്? ആരും നിങ്ങളെ ഭയക്കുന്നില്ല. നിങ്ങളെ കുറിച്ചൊരു ഭയമോടെ മനസ്സിലില്ല. വിശ്വാസികളെ കുറിച്ച് നിഷേധികളുടെ മനസ്സിൽ അല്ലാഹു ഭയം വിട്ടു കൊടുക്കുന്ന ഖുർആൻ. നമ്മുടെ ഖുർആൻ ഓതിയപ്പോൾ ആയത്തുകൾ ധാരാളമായിട്ട് കേട്ടു, ഖത്മ തീർത്തപ്പോ. പക്ഷെ നിങ്ങളെ കുറിച്ചൊരു ഭയം അവരുടെ മനസ്സിലില്ല. അവരെ കുറിച്ച് നിങ്ങൾക്ക് ഏറെ പേടിയുണ്ട് താനും. അങ്ങനെ ജീവിക്കാൻ കൊതിക്കുന്ന, മരണത്തെ ഭയക്കുന്ന ഒരു സമുദായം അത് പൊങ്ങുതടിയാണ്. അതിന്റെ അകത്തുനിന്ന് ഈമാൻ ഊരിക്കളഞ്ഞിരിക്കുന്നു, ഇസ്ലാം ഊരിക്കളഞ്ഞിരിക്കുന്നു, തവക്കുൽ ഊരിക്കളഞ്ഞിരിക്കുന്നു, തഖ്വ ഊരിക്കളഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈമാൻ, ഇസ്ലാം, തവക്കുൽ, ഇഹ്സാൻ എന്നിങ്ങനെ ഇസ്ലാമിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളായ പദാവലികളൊക്കെ
അവർക്ക് വാഴതും ഉറുതിയിലെയും ഉസ്താദുമാരുടെ അജണ്ടകൾ മാത്രമാണ്. അതിനപ്പുറത്ത് ഇത് ഉള്ളിലേക്ക് കയറിയില്ല. അതുകൊണ്ട് ഇത് പൊങ്ങുതടികളെ പോലെയാണ്. ഈ പൊങ്ങുതടികൾക്ക് മണ്ണിൽ കാലുറപ്പിക്കാൻ കഴിയില്ല. മുസ്ലിം സമുദായത്തിന് ഈ മണ്ണിൽ ഇന്ത്യൻ അതിർത്തിക്കകത്ത് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിന് ജനിച്ച മണ്ണിൽ കരുത്തോടെ കാലുറപ്പിക്കാൻ ഈ പറഞ്ഞ റമദാൻ പഠിപ്പിച്ച തഖ്വ കൂടെ ഉണ്ടാവണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പാഠമാണ് സൂറ അൽ ബഖറയിലേക്ക് വരിക. അവിടെ ഒരു സമുദായത്തെ കുറിച്ച് പറയുന്നുണ്ട് ഖുർആൻ. ഏതാണ് ആ സമുദായം എന്നറിയാമോ? ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭരണ കിരാത ഭീകര സംവിധാനത്തിനകത്ത് ജീവിച്ച ബനൂ ഇസ്രായേൽ സമുദായം മുസ്ലിം സമുദായമായിരുന്നു. 2 പ്രവാചകന്മാർ കടന്നു വന്നു, മൂസ ഹാറൂൻ അലൈഹിമ അസ്സലാം. 2 പേരും അല്ലാഹു ഞങ്ങളുടെ കടൽ കടത്തി കൊണ്ടുവന്നു. കടൽ കടത്തി കൊണ്ടുവരുമ്പോൾ രംഗം നമുക്കറിയാം. ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്താം. അങ്ങനെ സൈന്യവുമായിട്ട് ഫിറഔൻ കൂട്ടരെ ഇറങ്ങി തിരിച്ചു. മുമ്പിൽ കടൽ, അതിനുശേഷം ഈ ബനൂ ഇസ്രായേൽ സമുദായം, പിന്നിൽ പറയുന്ന ഫാസിസ്റ്റ് ഭരണ സംവിധാനത്തിന്റെ സകല സന്നാഹങ്ങൾ. അവരെ കൊന്നു തീർക്കാനല്ലത്രേ ഫിറഔൻ കൂട്ടരും പുറപ്പെട്ടത്. മുഫസ്സിരീങ്ങൾ പറയാ, ചരിത്ര ഗവേഷണ പഠനം നടത്തിയിട്ട് പറയാ, കൊല്ലാനാണെങ്കിൽ പിന്നിന്ന് ആയുധപ്രയോഗം നടത്താമായിരുന്നു. മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, കടന്നു നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമുദായത്തിന്റെ പിന്നിൽ നീ സൈന്യത്തിന്റെ സകല ആയുധ സന്നാഹവും പ്രയോഗിച്ചിരുന്നുവെങ്കിൽ ആ പിന്നിലെ ഓരോന്നോരോന്നായി മരിച്ചു വീണ് കൊന്നു തീർക്കാമായിരുന്നു. അവർക്ക് നേരെ ഫിറഔൻ ആയുധപ്രയോഗം നടത്തിയില്ല. അങ്ങനെ കടലിന് മുമ്പിലെത്തിയപ്പോൾ ഈ സമുദായത്തിൽ ഭീരുക്കളുണ്ട് സമുദായം, ഭയത്തെ ഭരിച്ചു കളയാത്ത ഒരു സമുദായം, പേടിത്തൊണ്ടന്മാർ. അവർ പറഞ്ഞു, ഇന്നാല മുതലക്കൂൻ പെട്ടുപോയി നമ്മൾ എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി പറഞ്ഞു, അല്ല കല്ല ഇന്നമാ റബ്ബി സയഹ്ദീൻ. അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞ പോലെയല്ല കാര്യങ്ങൾ. എന്റെ കൂടെ റബ്ബുണ്ട്, നമ്മുടെ കൂടെ റബ്ബുണ്ടെന്ന് പറയാൻ കഴിയണം. ആ ഫിലിസ്തീനിലെ കുഞ്ഞുമക്കൾ ആകാശം ഉയർത്തിയിട്ട് അല്ലാഹ്, ഞങ്ങളുടെ കൂടെ അള്ളയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, നെതന്യാഹു നിന്റെ കൂടെ അമേരിക്കയും മറ്റു പലരുമുണ്ട്, പക്ഷെ ഇവിടെ ഞങ്ങളുടെ കൂടെ അള്ളയുണ്ട്, ഞങ്ങളുടെ കൂടെ പടച്ചവനുണ്ട്. ഞങ്ങളുടെ കൂടെ പടച്ചവൻ പറയാൻ കഴിയണമെങ്കിൽ ഈ പറഞ്ഞ ഈമാനും തഖ്വയും ഉണ്ടായിരിക്കണം. അപ്പോഴേ കയ്യിലെല്ലാനും കഴിയും മരണസമയത്ത്. ഞങ്ങളുടെ കൂടെ അള്ളയുണ്ടെന്ന് ഉറക്കെ പറയാൻ കഴിയുന്ന ഒരു ജനതയുണ്ടല്ലോ, അവരാണ് വിജയിക്കുക. അതുകൊണ്ട് മൂസാ നബി പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ പോലെയല്ല കാര്യങ്ങൾ, എന്റെ കൂടെ അള്ളയുണ്ട്. അങ്ങനെയാണ് കടൽ പിളർന്ന് വഴിയായി ആ വഴിയിലൂടെ ഈ സമുദായം ഇറങ്ങി നടന്നപ്പോ പിന്നീട് വന്ന ഫിറഔനും കൂട്ടം ചിന്തിച്ചില്ല, ഇത് അവർക്ക് വേണ്ടി മൂസയുടെ വടിയാലുണ്ടായ വടിയാണ്, നമുക്കത് അപകടം ചിന്തിച്ചില്ല. കാരണം അവര് ഈ സമുദായത്തെ കൊല്ലാൻ വന്നവരല്ല. അവർ ഈ സമുദായം തിരിച്ചു കൊണ്ടുവന്നത് എന്തിനാ തിരിച്ചു കൊണ്ടുപോകുന്നത്? അവരുടെ നാട്ടിലെ ഏറ്റവും ചീപ്പസ്റ്റ് ലേബേഴ്സ് ആയിരുന്നു ഈ സമുദായം. അങ്ങനെയാ ഇന്ത്യൻ അതിർത്തിക്കകത്ത് പൗരത്വരഹിതരായ മുസ്ലിം സമുദായം നാട് വിട്ടു പോകേണ്ടി വരില്ല. നാട് വിട്ടു പോകാൻ പറ്റില്ല, അതിർത്തി കടന്നു പോകാൻ കഴിയില്ല. പഴയ കാലമല്ല, ഇപ്പോ രാഷ്ട്രീയ അതിർത്തിയുള്ള കാലമാണ്. അതുകൊണ്ട് ഈ സമുദായം നാട് വിട്ടു പോകട്ടെ എന്ന് വെച്ചാൽ നടക്കില്ല. അവരങ്ങനെ വിചാരിക്കുക, ഫാഷൻ സംവിധാനം ഒരിക്കലും ഈ സമുദായം നാട് വിട്ടു പോകാൻ ആഗ്രഹിക്കില്ല. മറിച്ച് അവർക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ലേബേഴ്സ് ആയിട്ട് സമുദായം ഉണ്ടാവണം. അതുകൊണ്ട് ഇസ്രായേൽ സമുദായം നാട് വിട്ടുപോയാൽ നമുക്ക് വേണ്ടി പണിയെടുക്കാൻ ആരുണ്ടാവും എന്ന ചർച്ചയായിരുന്നു ഫിറഔന് രാജ്യസദസ്സ് നടന്നത്. അതിനൊടുവിലാണ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് കടലിലേക്ക് അവർ ഇറങ്ങിയത്, കടലിലെ വഴിയിലേക്ക്. ഒടുവിലാണ് ഈ സമുദായം അക്കരെ പറ്റിയപ്പോ ഈ സൈന്യം അല്ലാഹുവിന്റെ കൽപ്പനക്ക് വിധേയപ്പെട്ട് മുങ്ങി മരിച്ചിട്ട് നമുക്കറിയാം സൂചനകൾ. പക്ഷെ അറിയണം, ചീപ്പസ്റ്റ് ലേബേഴ്സ് രാഷ്ട്രത്തിന് അതിർത്തിക്കകത്ത് ജീവിക്കണം. അതല്ല, കരുത്തോടുകൂടി അനങ്ങൽ മുസ്ലിമാണ് പൊരുതി ജീവിക്കണോ എങ്കിൽ ആ പൊരുതി ജീവിക്കാനുള്ള കരുത്ത് ആർജിക്കാൻ ഈ തഖ്വ നിർബന്ധമാണ്. അതിനെക്കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുക. കടലിൽ കടന്നു പോയി കൂട്ടാർ മുസ്ലിം സമുദായം അവരോട് മൂസാ നബി പറഞ്ഞു, നമുക്ക് അല്ലാഹു വാഗ്ദാന ഭൂമിയാണ് കേട്ടോ ഈ ഫിലിസ്തീൻ, അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ വരണം. നേരത്തെ ഭീരുക്കളായ പോകുന്ന വഴിക്ക് ഒരു വിഭാഗം മുശ്രിക്കീങ്ങളായ ബഹുദൈവ ആരാധകരായ ഒരു കൂട്ടർ പോകുന്ന വഴിക്ക് വിഗ്രഹത്തെ ഉപാസിക്കുന്ന കാഴ്ച കണ്ടപ്പോ ഇവര് പറഞ്ഞത്രേ, ഞങ്ങൾക്കും വേണം ഇലാഹൻ കമാലുമാരി, അവർക്കൊക്കെ വിഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്കും വേണം പ്രതിഷ്ഠ. അങ്ങനെ ഭൂരിപക്ഷ സമുദായത്തിന്റെ കൂടെ ജീവിച്ചിട്ട് ശിർക്കൻ ചിന്താധാരയെ കൂടെ കൂട്ടിയ ശിർക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമുദായം മണ്ണിൽ അവർ പിടിച്ചു നിൽക്കില്ല. അവർക്ക് അള്ളാഹുവിന്റെ പിന്തുണയിൽ പരിധിക്കപ്പുറത്ത് കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സമുദായം ഈ ഭൂമി പിടിച്ചെടുക്കാൻ തയ്യാറാകാതെ വന്നപ്പോ അള്ളാഹു ഒരു അലയാൻ വിട്ടു. 40 കൊല്ലം മുസ്ലിം സമുദായം കടൽ കടന്നിട്ട് ആ മരുഭൂമിയിൽ അലയേണ്ടി വന്നു. ഈ സമുദായത്തെ അള്ളാഹു അലയാൻ വിടുന്നു. ദിക്റിന്റെയും സ്വലാത്തിന്റെയും എണ്ണപ്പെരുക്കം കൊണ്ട് അലച്ചില്ലാതാവില്ല.
ഇസ്ലാമിന്റെ കരുത്ത് കൊണ്ടേ സാധ്യമാകൂ. അവര് കരുത്തരായില്ല, പേടിത്തൊണ്ടന്മാരായി മാറിയപ്പോ അലയാനോട്ട് 40 കൊല്ലം. ആ 40 കൊല്ലത്തിനകത്ത് മൂസ, ഹാറൂൻ, അലൈഹി മാസൽ അവരൊക്കെ മരിച്ച് മണ്ണടിഞ്ഞു പോയി. പിന്നീട് തലമുറ, ആ തലമുറയിലേക്കാണ് ചരിത്രം. സൂറത്തുൽ ബഖറയിലെ ഭാഗം അതാണ്. അത് പറയാൻ വേണ്ടി വന്നതാ. ആ തലമുറ ഞങ്ങൾ പൊരുതാൻ തയ്യാറാ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കി, ഞങ്ങളുടെ കുടുംബത്തെ വേർപിരിച്ച, ഞങ്ങളെ ഇല്ലാതാക്കി, ഇവിടെ പൊരുതാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് ഒരു നായകനെത്താം. അങ്ങനെ തമ്പുരാൻ അവർക്ക് താല്പര്യം നിശ്ചയിച്ചു കൊടുത്തു. അല്ലാഹ് അങ്ങനെ പുറപ്പെട്ടു പോകുന്ന വഴിക്ക് ഒരു പുഴ കിടക്കണം, ജോർദാൻ നദി. അന്ന് ഒഴുകുന്ന, ഇന്ന് ഒഴുകാത്ത ആ നദി. ആ നദി കിടക്കേണ്ട സമയമായപ്പോൾ പ്രവാചകൻ അവർക്ക് വഹി നിർദ്ദേശം പറഞ്ഞു കൊടുത്തു. കുടിക്കാൻ പാടില്ല, അരുത്, കുടിക്കരുത്. റമദാൻ അരുത് എന്നാണ്, ഒരു അരുത്, ചെയ്യരുത്, അരുത്, അരുത് എന്നതാണ് കൽപ്പന. ഈ പുഴയിൽ നിന്ന് കുടിക്കാൻ പാടില്ല. അള്ളാഹു നിങ്ങളെ പുഴ കൊണ്ട് പരീക്ഷിച്ചു. അവൻ ശരിവമിന്നു പലൈസമിന്നി, ആര് കുടിച്ചു പോവോ അവന്റെ കൂടെ വരാൻ പറ്റുന്നവൻ യോഗ്യനല്ല. അമെല്ലാം മിന്നി, ആര് കുടിക്കാതിരുന്നു അവനെ എന്റെ കൂടെ വരാൻ പറ്റൂ. അരുതെന്ന് പറഞ്ഞാൽ പാലിക്കാൻ കഴിയണം. അരുതെന്ന് പറഞ്ഞ ഇസ്ലാം വിലക്കിയ വിധിവിലക്കൾ പാലിക്കാൻ കഴിയാത്ത ഒരു സമുദായം മണ്ണിൽ കാലുറപ്പിക്കില്ല എന്ന് പഠിപ്പിക്കുക. അതാണ് റമദാനും ഈ ആയത്തുകൾ ബന്ധം. അരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ 80,000 വരുന്ന ഒരു സൈന്യം. അങ്ങനെയാണ് ചരിത്രം. ഈ പുഴ മുറിച്ചു കിടക്കാം. മരുപ്പറമ്പിലെ കത്തുന്ന സൂര്യന് കീഴെ പൊള്ളുന്ന മരുപ്പറമ്പിൽ നീണ്ട സമയം നടന്ന് യാത്ര നടത്തിയ ഒരു സൈന്യം, ഒരു സന്നാഹം, ഒരു സംഘം ഒരു പുഴ കണ്ടാൽ കുടിക്കുകയല്ല, അതിൽ മണിക്കൂർ കണക്കിൽ കിടന്നേക്കുന്ന മരുപ്പറമ്പിലേക്ക് ഒരു നിധിയാണ് വെള്ളം. അവരോടവിടെ കുടിക്കരുത്. ഈ സൈന്യത്തെ കൊണ്ടങ്ങ് പുഴയിലേക്ക് ഇറങ്ങി. ആ തണുത്ത വെള്ളത്തിന്റെ തണുപ്പോടെ കാൽഞരമ്പുകളെ ത്രസിപ്പിച്ച് അവരുടെ മസ്തിഷ്കത്തിലേക്ക് ആ തണുപ്പിന്റെ ആന്തോളനങ്ങൾ കടന്നു വന്നപ്പോ ആ സമുദായത്തിൽ മഹാഭൂരിപക്ഷം കുടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കുടിച്ചു എന്നാണ്. കുടിച്ചു. ഖുർആൻ പറയുന്ന ഭാഗം ഇങ്ങനെയാണ്. പക്ഷെ അവിടുന്ന് കുറച്ചു പേരൊഴികെ എല്ലാവരും കുടിച്ചു. അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് റമദാനിൽ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് മതി വരുവോളം കുടിക്കുന്നവർ, അതാണ് ഈ സമുദായം. അരുതെന്ന് കൽപ്പിച്ച കൽപ്പനകളെ പാലിക്കാതെ റമദാൻ മാസക്കാലം പാലിച്ച വിധിവിലക്ക് വലിച്ചെറിഞ്ഞിട്ട് ഈ നവനകളെ ചിന്താഗതിക്ക് വിധേയമായി എന്റെ ശരീരം, എന്റെ ഇഷ്ടം, ഞാൻ എന്റെ ഇഷ്ടം, ഞാൻ എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടം നടപ്പാക്കാൻ ഞാൻ ആരെയും ഭയപ്പെടില്ല എന്ന് പറയുന്ന നമസ്കാരത്താണുക. അതാണ് പുതിയ കാലം. നിസ്കാരം ഒഴിവാക്കിയ സമുദായം. നമസ്കാരമുണ്ട്, ഇസ്ലാം ചിഹ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇസ്ലാമിന്റെ കൽപ്പനകൾ പാലിക്കാൻ തയ്യാറല്ല. അങ്ങനെ ഈ പുഴയിൽ ഇറങ്ങി കുടിച്ചു. ഇവര് കുടിച്ചതുപോലെ നമ്മൾ കുടിക്കാൻ പോവുക. റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ ഇങ്ങോട്ട് ഇറങ്ങിയാൽ അടുത്ത 11 മാസക്കാലം നിയന്ത്രണമില്ലാത്ത ജീവിതം. അവിടെ ഈ ഖുർആനോ ഈ ആയത്തോ റമദാൻ ഉൾപ്പെടുന്ന വഴി നടത്തുന്നില്ല എങ്കിൽ നമ്മളും ഈ കുടിച്ചവരിൽപ്പെടും. അതുകൊണ്ട് ഇവർ കുടിച്ചു. പക്ഷെ എരിഭൂമിയില്ല, ഖലീലമിൽ കുറച്ച് എല്ലാവരും കുടിച്ചു. കുടിച്ചവർ ഇരുന്നു പോയി എന്നാ ഖുർആൻ പറയുന്നത്. 300-ൽ പരം ആളുകൾ മാത്രം കുടിച്ചില്ല എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. നിങ്ങൾ റമദാൻ 17 ബദൽ ഒരു 300-ൽ പരം ആളുകൾ കുടിച്ച് കേട്ടിട്ടുണ്ട്. ഈ റമദാൻ ബദൽ ദിനത്തിൽ 300-ൽ പരം എന്നിടത്ത് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. 40 വർഷത്തെ പ്രത്യേകത. 40 വർഷം അലയാലിട്ടില്ല. ഇവിടത്തെ ആഭ്യന്തര വകുപ്പിന്റെ ഇന്ത്യയിലെ മന്ത്രി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് ഞങ്ങൾ 40 വർഷം ഭരിക്കുന്ന. ഇയാൾ ഖുർആൻ വായിച്ചൊന്നും അറിയില്ല. ഈ 40 കൊല്ലം അങ്ങനെ സാമ്യത ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചരിത്രത്തിൽ ഖുർആൻ പറഞ്ഞിട്ട് പാഠങ്ങളായി ഇതെല്ലാം. അങ്ങനെ ജാലൂത്തിനോട് സൈന്യത്തോടും പൊരുതായിട്ട് ഞങ്ങൾക്ക് കരുത്തില്ല, അവരുടെ ഇരുന്നു. എന്നാൽ കുടിക്കാതെ 300-ൽ പരം വരുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ച് അല്ലാഹ് പറഞ്ഞ വാക്യം നിങ്ങളൊന്ന് കേൾക്കൂ. അതാണ് നമ്മുടെ മനസ്സിൽ തങ്ങേണ്ടുന്ന ഈ റമദാന്റെ ഉപദേശം. അല്ലാഹുവിനെ കണ്ടുകൊണ്ട് ഉറപ്പുള്ളവർ പറഞ്ഞു, കുടിക്കാത്തവർ പറഞ്ഞു എന്നല്ല ഖുർആൻ പ്രയോഗിച്ചത്. അള്ളാഹുവിനെ കണ്ടുകൊണ്ട് ഉറപ്പുള്ളവർ, അള്ളാഹുവിനെ കണ്ടുള്ള ഉറപ്പ്, കണ്ടുമുട്ടുന്ന ഉറപ്പാണ് നമുക്ക് നേടേണ്ടത്. അതാണ് ഈ റമദാൻ നേടിത്തരേണ്ടത്. അള്ളാഹുവിനെ കണ്ട് ഞാൻ ഹാജരാക്കപ്പെടും, വിചാരണ ചെയ്യപ്പെടും, എന്റെ കർമ്മങ്ങൾ കൃത്യമായി എന്റെ കൂടെ ഒരു ജീവചരിത്രം ഉണ്ടായി വരുന്നുണ്ട്. റഖീബും അതീദും എഴുതിക്കൊണ്ടിരിക്കുന്ന, ഞാൻ ആഗ്രഹിക്കാതിരുന്നാലും എന്റെ ചലനങ്ങളെ കൃത്യമായ ഒരു ജീവചരിത്രം ഉണ്ട്. നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടും. റബ്ബിന്റെ മുമ്പിൽ ഞാൻ വിചാരണയ്ക്ക് വിധേയൻ, റബ്ബിനെ കണ്ടുമുട്ടും എന്ന ഉറപ്പ്. അതാണ് ഈമാൻ, അതാണ് തഖ്വ, അതാണ് ഇസ്ലാം, അതാണ് ഇഹ്സാൻ. അതാണ് നമുക്ക് നേടാൻ കഴിയുന്നത്. അതാണ് റമദാൻ നേടുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ കണ്ട് ഉറപ്പുള്ള ആളുകൾ പറഞ്ഞു, എത്ര ചെറുസംഘങ്ങളാണ് അള്ളാഹുവിന്റെ അനുമതിയോടെ വലിയ വലിയ സംഘങ്ങളെ, വലിയ സൈന്യങ്ങളെ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് നമുക്ക് പോകാം. ശത്രുവിന്റെ മുഖാമുഖം നിൽക്കാൻ കരുത്തുണ്ടല്ലോ, ആ കരുത്താണ് പ്രധാനം. അതാണ് ഈ സമുദായം നേടേണ്ടത്. അങ്ങനെ അള്ളാഹു ഇതിനില്ല. ആയത് നിങ്ങൾ നോക്കിക്കോ, 256 അങ്ങോട്ട് വായിച്ചു നോക്കുക. ഖുർആൻ സൂറ അൽ ബഖറ
ഫഹസമൂഹും ബിഇദ്നില്ലാ. നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. ഫഹസമൂഹും ബിഇദ്നില്ലാ. അല്ലാഹുവിന്റെ അനുമതിയോടെ ഈ 300-ൽ പരം വരുന്ന ആളുകൾ ഏറ്റവും യുദ്ധപ്രഭുവായ ജാലൂത്തിനെയും സംഘത്തെയും പരാജയപ്പെടുത്തി. അങ്ങനെയാണ് ബദർ, അങ്ങനെയാണ് ഈ സംഭവം, അങ്ങനെയാണ് ഇസ്ലാം. അതാണ് പൊങ്ങുതടികളല്ലാത്ത മനുഷ്യർ. ഈമാനും ഇസ്ലാമും തവക്കുലും തഖ്വയും ഇഹ്സാനും മുറുകെ പിടിക്കുന്ന വിശ്വാസികൾ, അവർക്ക് ഈ മണ്ണിൽ കാലുറപ്പിക്കുക, ഇന്ത്യൻ അവസ്ഥയിൽ മണ്ണിൽ കാലുറപ്പിക്കാൻ കരുത്തുള്ളവർ അവർ മാത്രമായിരിക്കും. മഹാഭൂരിപക്ഷം പരാജയപ്പെട്ടു പോകും. സമുദായം എന്നത് കേവലം കാനേഷുമാരിയാണ്. അതിനകത്ത് ഈ പറഞ്ഞ എല്ലാ സംഗതിയുണ്ട്. എല്ലാ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ഇൻഹിറാഫാത്തും വിപരീത ചിന്താഗതിയും നിരീശ്വരവാദം എക്സ് മുസ്ലിമും അങ്ങനെ തുടങ്ങി ഒരുപാടെണ്ണം. അതിന്റെ പിന്നാലെ നിരീശ്വര നിർമ്മതവാദ തത്വശാസ്ത്രം മുറുകെ പിടിക്കുന്ന ഒരുപാട് പേർ അവർ ആരാധന കൊണ്ട് നടക്കുന്നുണ്ടാവാം. പള്ളികൾ അവരുണ്ടാകാം. അവർക്ക് മേൽക്കൈയുള്ള പള്ളി സംവിധാനമായപ്പോൾ നാട്ടിലെ തിന്മ എതിർക്കാൻ കരുത്തില്ലാത്ത മഹല്ല് സംവിധാനങ്ങൾ, ഇമാമിന്റെ പ്രസംഗം നിയന്ത്രിക്കാൻ മാത്രം യോഗ്യരായിട്ടുള്ള മഹല്ല് ഭാരവാഹികൾ, ഇങ്ങനെയൊക്കെ ആയിപ്പോയ പുതിയ കാലത്ത് കൂട്ടരെ നിങ്ങൾ വേറെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? സംഘപരിവാരത്തെ അല്ലാതെ. അള്ളാഹു നിങ്ങളെ വെറുതെ വിചാരിച്ചുവോ? അങ്ങനെ ഔദാര്യം കാണിക്കാൻ നിങ്ങളതിൽ എന്താണുള്ളത്? നിങ്ങൾ അല്പം കൊടുക്കുന്ന ആരാധന കൊണ്ട് തമ്പുരാൻ നിങ്ങളെ താങ്ങി നിർത്താമെന്നോ? അങ്ങനെ ഒരു ഇസ്ലാമിക ചരിത്രമില്ല, അങ്ങനെ ഇസ്ലാമിക പാഠമില്ല. അനുഭവിക്കാതെ നിങ്ങൾ മൺമറയില്ല. അതുകൊണ്ട് അലയാൻ വിടും ഇന്ത്യൻ മുസ്ലിം സമുദായത്തെ എന്ന് പഠിക്കണം. അതുകൊണ്ട് സഹോദരന്മാർ, റമദാനിൽ തഖ്വ ഈ കരുത്തുണ്ടല്ലോ, അതാണ് അരുതെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കാനുള്ള കെൽപ്പ്. അതാണ് ഇവിടെ ഈ ചരിത്രപാഠം. അത് നേടിയെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയണം. അത്തരം ഒരവസ്ഥയിലേക്ക് മുന്നോട്ട് വരുമ്പോഴേ നമുക്ക് ഈ കരുത്തോടെ ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ വ്യക്തി, കുടുംബം, സമുദായം, സമൂഹം എന്ന നിലക്ക് ഈ റമദാന്റെ സകല ഉത്ബോധനവും കൃത്യമായി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. റമദാൻ നൽകുന്ന പാഠം അതാ, ഖുർആന്റെ പാഠം. നിങ്ങൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുക, ശുഭപ്രതീക്ഷയുള്ളവരാകുക. അള്ളയുണ്ട് നിങ്ങളെ കൂടെ എന്നാണ്. അതുകൊണ്ട് ഈ സംഭവത്തെ വെച്ച് അള്ള വീണ്ടും പറയാം, അവരൊക്കെ അവരെ നമുക്ക് കൊണ്ടു കേട്ടോ, വഞ്ചനത്തിന് രക്ഷിച്ചു തമ്പുരാനുണ്ടാകും കൂടെ. അള്ളാഹുവിനെ കൂടെ താൻ കഴിയുമ്പോഴേ നമുക്ക് മുന്നോട്ട് കഴിയും. തംകീ എന്നൊരു പ്രയോഗമുണ്ട് ഖുർആനിൽ. ആ പ്രയോഗം ഇതുമായി ബന്ധപ്പെട്ട നാം അവർക്ക് ഈ മണ്ണിൽ തംകീൻ നൽകി. ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ച് ജീവിക്കാനുള്ള കഴിവാണ് തംകീൻ, അവസരം. ഈ തംകീൻ നമുക്ക് ലഭിക്കണം. ജനിച്ച മണ്ണിതാണ്, ഇത് നമ്മുടെ രാജ്യമാണ്. ഈ രാജ്യത്തിന് വേണ്ടി പോരാടി മരണം ത്യാഗം വരിച്ച ആളുകളുടെ എണ്ണത്തിൽ നല്ല 1% മുസ്ലിം പേരുകാരുണ്ട്. ഈ നാട്ടിന് വേണ്ടി ഒന്നും ചെയ്യാത്തവർ ഏതോ ഖബറിന്റെ പേര് പറഞ്ഞ്, ഏതോ മുൻകഴിഞ്ഞ ഭരണ പേര് പറഞ്ഞ് അങ്ങനെ മുസ്ലിം സമുദായത്തിന് നേരെ ഹാലടക്കി. അങ്ങനെ ഹോളി ആഘോഷം കൊലപാതകത്തിന്റെ രംഗങ്ങളായിട്ട് മാറി. ഈ മുസ്ലിം സമുദായത്തെ അദൃശ്യവൽക്കരിക്കാൻ പള്ളികൾ മറയിട്ട് മൂടി, അങ്ങനെ മോബ് ലിഞ്ചിങ് നടത്തിക്കൊണ്ട് അങ്ങനെ അക്രമത്തിന്റെ എല്ലാ സകല അടരുകളും പുറത്തെടുത്ത് മുന്നോട്ട് പോകുന്ന ഈ ഫാസിസ്റ്റ് സംവിധാനത്തിനകത്ത് അടി കൊണ്ടുകൊണ്ടിരിക്കുമ്പോഴും കവിത പാടാൻ കഴിയുന്ന ഈമാനിന്റെ കരുത്ത് വേണം. തിരുനബിയുടെ സഹാബാക്കൾ ഒരാളെ പിടിച്ചുകൊണ്ടുപോയിരിക്കുക. മുശ്രിക്കീങ്ങൾ മക്കയിൽ അവരെ അടിച്ചും ഇടിച്ചും കൊന്നുകൊണ്ടിരിക്കുക, ജീവച്ഛവമാക്കിക്കൊണ്ടിരിക്കുക. അവർ തമാശക്ക് ചോദിക്കുന്നതിനെ എങ്ങനെ കൊല്ലണം? വെട്ടിക്കൊല്ലണോ, കുത്തിക്കൊല്ലണോ, കുരിശിലേറ്റണമോ, തൂക്കിക്കൊല്ലണോ ഒക്കെ ചോദിക്കുക, പരിഹാസം. അപ്പോ അടി കൊണ്ടുകൊണ്ട് ജീവൻ പ്രാണൻ ഇങ്ങനെ ശരീരം വിട്ടുകൊണ്ടിരിക്കുന്ന ആ നിർണായക നിമിഷത്തിൽ ഈ സഹാബി കവിത ചൊല്ലി, എപ്പോഴാ കവിത വരിക? നമ്മളാൾ കവിത രാസലായനി വേണം, ലഹരി വേണം, അല്ലെങ്കിൽ ഒഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പ്രകൃതി രമണീയ സ്ഥലത്ത് പോകണം. പക്ഷെ ഇവിടെ അടി കൊണ്ടുകൊണ്ട് ജീവൻ ശരീരം വിട്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ മുസ്ലിമായി വധിക്കപ്പെടുന്ന കാര്യത്തിൽ ഞാൻ മുസ്ലിമായി മരിക്കുന്നത് എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല. പിന്നെ ഈ ജമ്മിയും കാറ്റാലും എങ്ങനെ കൊന്നാലും കുഴപ്പമില്ല കേട്ടോ, എനിക്ക് മുസ്ലിമായിട്ട് മരിക്കണം. പക്ഷെ മോബിലിഞ്ചി കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുക, പശുവിന്റെ പേരിൽ കൊലകൾ. അത് മോബിലിഞ്ചി നടത്തപ്പെടുമ്പോഴും ഈമാനിന്റെ കരുത്തിൽ ശത്രുവിനെ എന്നേക്കുമായി ഭയപ്പെടുത്താൻ കഴിയുന്ന കരുത്ത് ആർജിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് തംകീൻ സാധ്യമാകും. റമദാൻ ഇതൊക്കെ നേടിത്തരേണ്ടതാ. കേവലം ആരാധന, ആത്മീയത മാത്രമല്ല, ഇസ്ലാം ജീവിതമാണ് പഠിപ്പിക്കുന്നത്. ഈ റമദാൻ ജീവിതം. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ കരുത്ത് യഥാർത്ഥത്തിൽ നേടിയെടുക്കുക. ഖുർആന്റെ സന്ദേശത്തെ ശരിക്കും മുറുകെ പിടിക്കുക. അങ്ങ് ഫിലസ്തീൻ നമ്മൾ കാണുകയാണ്. ഗസ ഒരു ഭാഗത്ത് തഫ്സീർ, ഖുർആന്റെ തഫ്സീർ തുറന്നു വെച്ചതുപോലെ ഇപ്പുറത്ത് ഗാസ മുനമ്പിൽ വേറെയും രണ്ട് വിഭാഗത്തിനെ കാണാം. ഒരു കൂട്ടർ പൊരുതി ജീവിക്കാൻ തയ്യാറായി, മരണത്തെ ഭയമില്ലാത്തൊരു കൂട്ടർ ജീവൻ നൽകിക്കൊണ്ട് പൊരുതിക്കൊണ്ടിരിക്കാം. വേറൊരു കൂട്ടർ ഒത്തുജീവിക്കാം, മാപ്പസാക്ഷികളായിക്കൊണ്ട്. അങ്ങനെയല്ല ജീവിതം.
ഇസ്ലാമിന്റെ കരുത്ത് കൃത്യമായിട്ട് മനസ്സിലാവണം. മറുഭാഗത്ത് വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അള്ളാഹുവിന്റെ ഇടപെടൽ. ഗസയെ എപ്രകാരം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബോംബിട്ട് നശിപ്പിച്ചതുപോലെ അത്രയും ഇട്ട് തകർത്ത് കളഞ്ഞ റബിൾസും മരിച്ചുപോയ മനുഷ്യന്റെ അസ്ഥിപഞ്ജരങ്ങളുമായി ഗസ നിൽക്കുമ്പോ അപ്പുറത്തുള്ള എല്ലാ സുഖവും ആസ്വദിച്ച് ജീവിച്ചിട്ടുണ്ട് അമേരിക്കകത്ത് കടുത്ത തീക്കാറ്റ് വന്നിട്ട് ഒരുപാട് ഭാഗങ്ങൾ നശിപ്പിച്ചായിരുന്നു നമ്മൾ ഈ റമദാൻ വായിച്ചു. തൊട്ടുമുമ്പിതായിപ്പോ ഭൂകമ്പം മ്യാൻമറിൽ 300 ടൺ ബോംബിട്ടാൽ എങ്ങനെയാണ് ഒരു അധിവാസ കേന്ദ്രം തരിപ്പണമാവുക? അങ്ങനെയാണ് 7.7 റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്ത ഭൂകമ്പത്തിൽ ഇപ്പോഴത്തെ മ്യാൻമർ. തമ്പുരാൻ കഴിവുള്ളവനാ. റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ, കൊല ചെയ്യപ്പെട്ട മുസ്ലിമീങ്ങൾ നാട് വിട്ടിപ്പോ ഡൽഹിയില് കാളിന്തി കുഞ്ചിലുണ്ട് റോഹിംഗ്യകൾ. ഈ മ്യാൻമറിൽ നിന്ന് കയറി വന്ന മുസൽമാന്മാർ അങ്ങനെ മുസ്ലിം സമുദായത്തിൽ നേരെ അക്രമത്തിന്റെ പാത തുറന്നുകൊണ്ട് അന്യായം കാണിച്ച ആളുകൾ ആരെയുണ്ടോ അവർക്കൊക്കെ കൊടുക്കേണ്ടത് കൊടുക്കാനും കഴിയുന്നത് തമ്പുരാനുണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ഖുർആൻ ചോദിച്ച അഫാമിന അഹ്ലുൽ ഖുറാ അയ്യഹും ബൗസുന ബയാത്തും നായിമൂൻ. ഈ ജനങ്ങൾ വിചാരിച്ചുവോ അവര് നിർഭയരായി തുടരുമെന്ന്? സൂറ അറാഫിലെ 97-ാം വചനം. അവര് പകലിൽ കളിച്ചുകൊണ്ടിരിക്കെ, രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കെ അവരൊക്കെ നിർഭയരാകുമെന്ന് വിചാരിച്ചോ? ഇല്ല. തമ്പുരാന്റെ പിടുത്തമുണ്ട് അവിടെ. അള്ളാഹുവിന്റെ മുകളിൽ അവന്റെ തന്ത്രത്തിൽ നിങ്ങൾ നിർഭയരല്ല കേട്ടോ. അല്ലാഹു ഖൈറുൽ മാകിരീൻ. നിങ്ങളുടെ തന്ത്രങ്ങളെക്കാൾ അതിജീവിക്കുന്നത് അവന്റെ കയ്യിലുണ്ട്. ആ തമ്പുരാൻ വിശ്വാസം ഉണ്ടാവുക, ആ കരുത്തിൽ ജീവിക്കുക, തുടരുക. റമദാനിന് ശേഷം അടുത്ത റമദാൻ വരെ തമ്പുരാന്റെ ഇംഗിതം പാലിക്കും. അങ്ങനെ മണ്ണിൽ കരുത്താർജിക്കുന്ന സമുദായമായിട്ട് ഈ സമുദായത്തിലെ അവസാനത്തെ അംഗവും ഈ പറഞ്ഞ റമദാന്റെ സന്ദേശം ഉൾക്കൊണ്ട് ജീവിച്ചിരുന്നുവെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ആ അത്ഭുതത്തെ മണ്ണിൽ വിളയിക്കാൻ, അങ്ങനെ മണ്ണിൽ നിന്ന് അനുഗ്രഹം മണ്ണിൽ ഇറങ്ങാൻ, അങ്ങനെ ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ച് ജീവിക്കാൻ കഴിയുന്ന കരുത്താർജിക്കാൻ ഈ റമദാൻ പ്രാപ്തമാക്കണം. അതാണ് ഈ റമദാന്റെ സന്ദേശം, അതാണ് പെരുന്നാളിന്റെ ആഹ്വാനം, അതാണ് റമദാൻ വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ഈ പാഠത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ വീഴ്ചകൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ സഹോദരൻ ഇന്നലെ അപകടത്തിൽ മരിച്ചിട്ട് നമ്മുടെ അനസ്, അള്ളാഹു അദ്ദേഹത്തിന് മാഫിറത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സ്വർഗ്ഗത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബാദികളുടെ മനസ്സിനുള്ള സമാധാനം